അപ്പോൾ അതാ കുറേ നാളത്തെ ഇടവേളകൾക്ക് ശേഷം ഞാൻ ദാ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പം എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർ ചിലരെങ്കിലും എന്നെ അന്വേഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. മീൻസ് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ എന്താണ് ഇപ്പോൾ റെഗുലറായിട്ട് വീഡിയോസ് ഇടാത്തത്, ഞാൻ എന്താണ് ആക്റ്റീവ് അല്ലാത്തത്, അവരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ചിലവരെങ്കിലും എന്നെ കാണാത്തതിൽ വിഷമിക്കുന്നുണ്ടോ എന്ന് കേട്ടതിൽ സന്തോഷമുണ്ട്. അപ്പം ഞാൻ പറയാൻ വന്നത്, ഇപ്പോൾ കുറേ നാളെ ഒരു മാസത്തോളമായി ഞാനിപ്പം വീഡിയോസ് റെഗുലറായിട്ട് ഇടാതിരിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല, എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം. നമ്മുടെ തെങ്കാശി യാത്രയുടെ 3ാം പാർട്ട് വരെ എന്തോആണ് ഞാൻ റെഗുലറായിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ കൊണ്ട് നിർത്തി ഞാൻ. പിന്നെ ഞാൻ ആണ്ടിലും മുറയ്ക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ വീഡിയോസ് ഇടാതെയായി. പിന്നെ നമ്മുടെ ദുവിയുടെ ബർത്ത്ഡേ കഴിഞ്ഞതിൻ്റെ 2 വീഡിയോസ് മാത്രമാണ് ഞാനിപ്പം 2-3 ദിവസത്തിനുള്ളിൽ ഇട്ടത്. ഞാൻ എന്താണ് വരാത്തത്, ഞാൻ എന്താണ് വീഡിയോസ് ഇടാത്തതിനുള്ള റീസൺ പറയാനായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. വേറൊന്നുമല്ല. ഇടയ്ക്ക് നമ്മുടെ തെങ്കാശി യാത്ര പോയില്ലേ, അത് കഴിഞ്ഞൊരു 1 വീക്ക് കഴിഞ്ഞപ്പം എനിക്കൊരു മെഡിക്കൽ ഇഷ്യൂ ആയിട്ട് എൻ്റെ വീട്ടിൽ വരെ പോകേണ്ടി വന്ന്. അങ്ങനെ ഒരാഴ്ച ഞാൻ അവിടെ ആയിരുന്നു. അതിൻ്റെയും കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് വന്നിട്ട് നമ്മുടെ ദുവിയുടെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ ഒരു ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീടൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് സെറ്റ് ആക്കണമെന്ന്. അങ്ങനെ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെയും കുറച്ച് നമ്മൾ തന്നെ, ഞാനും ഉണ്ണിയും കൂടെ തന്നെയാണ് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കിയത്. അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഉണ്ട്, ഞാൻ ഇടാം. അങ്ങനെ അതിൻ്റെ കുറച്ച് തിരക്കായിപ്പോയി. അതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനും അങ്ങനെ ഒന്നും എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാനൊന്ന് ഫ്രീ ആയത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി കഴിഞ്ഞ 14-ാം തീയതിയാണ് നമ്മുടെ ദുവിയുടെ ബർത്ത്ഡേ. അപ്പം അതൊക്കെ നല്ല സൂപ്പറായിട്ട് നല്ല ഭംഗിയായിട്ട് നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട്. അപ്പം ഇനി മുതൽ വീഡിയോസൊക്കെ കണ്ടിന്യൂ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പം ഇതൊക്കെ തന്നെ ഞാൻ പറയാൻ വന്നത്. ഞാൻ ഓൾറെഡി നമ്മുടെ തെങ്കാശി വീഡിയോയുടെ ബാക്കി 2 പാർട്ടുണ്ട് ഇനി വരാനായിട്ട്. അത് ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വേറെ 2-3 വീഡിയോസും കൂടെ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇനി ഇടാമേ. എഡിറ്റ് ചെയ്യാത്ത തന്നെ 1 മാസമായി ഞാനിപ്പോൾ വീഡിയോസ്, 1 മാസത്തേക്കുള്ളിലായെന്ന് തോന്നുന്നു ഞാൻ വീഡിയോസ് ഇടാതിരുന്നിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന സമയത്ത് ഓർക്കും. ചില സമയം ഞാൻ മറന്നു പോകും വീഡിയോസ് എടുക്കാൻ. നല്ല വല്ല കാര്യമൊക്കെ ചെയ്യുമ്പം ഞാൻ വീഡിയോസ് എടുക്കാനായിട്ട് മറന്നു പോകും. അതാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം. പിന്നെ ഈച്ച കൊണ്ട് ഭയങ്കര ശല്യം. ഇപ്പം എല്ലാവരും വീട്ടിലൊക്കെ ഈച്ച ആയിരിക്കുമല്ലോ, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, 1 മാസമായിട്ട് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ പറയാം, നമ്മുടെ ദേയുടെ വളകാപ്പിനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ദുവിയുടെ നമ്മുടെ ഫോട്ടോഷൂട്ട്, ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ ഓരോന്നായിട്ട് ഇടാമേ. ഭയങ്കര ശല്യം. പിന്നെ ഞാൻ എന്തോ പറയാൻ വന്ന്. എല്ലാവരും എനിക്ക് പഴയതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റ് ഇടണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി മുതൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഞാൻ വീഡിയോസ് ഇടുന്നത്. എന്നെ കൊണ്ട് പറ്റുന്നത്ര ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്നതായിരിക്കും. പിന്നെ ദുവി ഉള്ളതുകൊണ്ട് അറിയാമല്ലോ, അവൻ ഇപ്പോൾ ഉറങ്ങുവാണ്. അവൻ ഉറങ്ങുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഇപ്പം പുള്ളിക്കാരനിപ്പോൾ ഭയങ്കര ഓട്ടമാണ്, മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി ഓട്ടമാണ്. പുള്ളിക്ക് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ അപ്പം അവന് മുറ്റത്ത് പോയി കളിക്കണം. അതൊക്കെയാണ് ഇപ്പം അവൻ്റെ പുറകെ ഫുൾ ഓട്ടമാണ്. അതുകൊണ്ട് ഒന്നിനും സമയമില്ല. അവൻ ഉറങ്ങുന്ന സമയത്താണ് എനിക്ക് വല്ലതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അമ്മാമ്മ ഉള്ളപ്പോൾ പിന്നെ അവൻ അമ്മാമ്മയുടെ പുറകെ പൊയ്ക്കോളും. അതുകൊണ്ട് എനിക്ക് അപ്പോൾ പിന്നെ വലിയ കുഴപ്പം കാണില്ല. പിന്നെ പഴയ വീഡിയോസ് തന്നിട്ട് ഞാൻ ബോറടിപ്പിക്കത്തൊന്നുമില്ല. ഞാൻ ഓൾറെഡി എടുത്തു വെച്ചതും പിന്നെ ഇപ്പം നമ്മൾ പുതിയതായിട്ടുള്ള വീഡിയോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും പഴയതൂട്ട് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ചാനലൊക്കെ കുറച്ച് കുറച്ച് വളർത്തിക്കൊണ്ട് വരണം. പിന്നെ ഇതൊക്കെ തന്നെ. അപ്പം ഇനി ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. ഡെയിലി ഞാൻ വീഡിയോസ് ഇടാം. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാൻ വീണ്ടും പറയുകയാണ്, എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് വീഡിയോസൊക്കെ പിന്നെ ഇടാൻ തോന്നത്തുള്ളൂ. പിന്നെ ഇത്രയൊക്കെ തന്നെ. അപ്പം നമുക്കിനി ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.